ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോഗ് ഫ്രം യൂണിവേഴ്സ്. ഡോഗ് ഫ്രം യൂണിവേഴ്സിൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ നിമിഷം ഏതൊരു സമയത്താണ് ഈ ഒരു വീഡിയോ കാണുന്നത്, ആ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്തുള്ളൊരു ട്രൂ ഫീലിങ്സ് എന്താണ്, അവരുടെ മനസ്സിൽ നിങ്ങളടുത്തുള്ളൊരു വികാരങ്ങൾ, യഥാർത്ഥ വികാരങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് പോവാം. സോ നിങ്ങളെ പേഴ്സൺ നന്നായിട്ട് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, എന്താണ് ഒരു പേഴ്സണിൻ്റെ ട്രൂ ഫീലിങ്സ് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാം കാണിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു പേഴ്സൺ നന്നായിട്ട് മനസ്സിൽ വിചാരിക്കുക. എന്തെങ്കിലും ടെൻഷൻ എങ്ങാനും ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. കാർഡ്സ് ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ, നമുക്ക് ഒരു കാർഡും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ കാർഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല കാർഡ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യും. എല്ലാവർക്കും കാർഡ്സ് കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കാർഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് റീഡിങ്ങിലേക്ക് പോകാം. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നുള്ള അതിയായ ആഗ്രഹത്തിന് അപ്പുറം അവർക്കിപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെയധികം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ലേഡിയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം, മേ ബി ആർക്കെങ്കിലുമൊക്കെ തർക്കിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് തർക്കിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ സമയത്തൊക്കെ ആ ഒരു പേഴ്സൺ അതൊരു റിലേഷൻഷിപ്പിന്റെ പാർട്ട് എന്നതിലുപരി വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെന്ന് പറയുന്ന ഒരു ലേഡി എന്തുമാത്രം ലൈഫിൽ സ്ട്രോങ് ആണ്. ഈ ഒരു പേഴ്സണിന്റെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്തുമാത്രം സ്ട്രോങ് ആയിരുന്നു എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ റിയലൈസ് ചെയ്യുകയാണ്. എന്ത് കാരണം കൊണ്ടോ, മേ ബി ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആരെങ്കിലും ഇടയ്ക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മദർ ഫിഗറോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും വന്നതായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കും. എന്ത് സിറ്റുവേഷൻ കൊണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയോ, ഇപ്പോൾ അവർ വല്ലാത്തൊരു നിരാശയിലായിരുന്നു, വളരെയധികം ദുഃഖത്തിലാണ് നിൽക്കുന്നത്. അവർ എന്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്, നിങ്ങളൊന്ന് തിരിച്ചു വന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്തെങ്കിൽ എന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് വഴി, അതായത് ആ ഒരു പേഴ്സണിനെ പറ്റി നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു എന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. വളരെയധികം ദുഃഖം കാണുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ഒന്നിനോടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രണ്ട്സിനോട് പുറത്തു പോകുന്നതായിരിക്കാം, ഫാമിലിയിലുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഫംഗ്ഷൻസ് ആയിരിക്കാം. പക്ഷെ അവർക്ക് അതിലൊന്നും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എവിടെയെങ്കിലും പോയാൽ പോലും ആ ഒരു അവരുടെ മൈൻഡ് വേറെ ഏതോ ഒരു ലോകത്താണ്. ഒന്നിലും ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. സോ അവർക്കറിയാം അതിൻ്റെയൊക്കെ കാരണക്കാർ അവർ തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ വിട്ടത്, അതുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടതിൻ്റെ ഒരു ഇത് കൊണ്ട് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വന്നത് എന്നുള്ള റിയലൈസേഷൻ അവർക്ക് ഉണ്ടായിരിക്കുകയാണ്. സോ നിങ്ങളടുത്തുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ, നിങ്ങളുമായിട്ട് റീകൺസിലേഷൻ ഈ ഒരു പേഴ്സൺ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങൾ ലൈഫിലേക്ക് തിരിച്ചു വരണം, നിങ്ങളുമായിട്ട് നന്നായിട്ട് സംസാരിക്കണം. അവർക്ക് ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഒരുപാട് സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുറച്ചൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റെങ്കിലും എനിക്കൊന്ന് അടുത്ത് ആ ഒരു പ്രസൻസ് കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അവർക്ക് അതെങ്കിലും വേണം. എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണം എന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരതൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ്, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്, ഞാൻ ഇത്രയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു, അതിന്റെ കർമ്മയൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അവരിപ്പം ഓൾമോസ്റ്റ്
നമുക്ക് ഇതിൽ കണ്ടറിയാം കപ്സ് എനർജിയെ കാണുന്നത്. കപ്സ് എന്ന് പറയുമ്പോൾ വളരെ ഇമോഷൻസ് ആയിട്ടുള്ള എനർജിയാണ്. അവർക്ക് നഷ്ടപ്പെട്ട് അവർ കാത്തിരിക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്നെല്ലാം പോയ വല്ലാത്തൊരു വേദന അവർക്കുള്ളിൽ കാണുന്നതായിട്ടാണ് ഇപ്പോഴുള്ളത്. അതുപോലെ നേരെ മറിച്ച് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വേറൊരു സൈഡിൽ നിന്ന് അവർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം നേരത്തെ പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്, സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യം ഉള്ളത് കൊണ്ട് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പെർസെന്റേജ് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പേടി അവരുടെ മനസ്സിൽ അവർ നന്നായിട്ട് അലട്ടുന്നുണ്ട്. ഓക്കെ, അവർക്ക് എന്നാൽ ഇപ്പൊ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, തേർഡ് പാർട്ടിയെ കരിയർ വൈസ് എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ പോലും എല്ലാം മറികടന്ന് വരണം, എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് അല്ലെങ്കിൽ അവന്റെ അടുത്ത് എത്തിച്ചേരണം എന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അതിനുള്ള ഇനിഷ്യേറ്റീവ് എന്തെങ്കിലുമൊക്കെ എടുത്തു തുടങ്ങണമെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നെങ്കിൽ പോലും അതിനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ. അവർ പിന്നെ വേറെ എന്തിനു വേണ്ടിയിട്ടാണോ, ഇതിപ്പോ ഞാൻ അല്ലാണ്ട് പറയണം, അവർ എന്തിനു വേണ്ടിയിട്ടാണോ പോയത് ആ ഒരു കാര്യം അവർക്കിപ്പോ തകർച്ചയാണ് കിട്ടിയിട്ടുള്ളത്. തേർഡ് പാർട്ടി ആയിരിക്കാം, കരിയർ ആയിരിക്കാം, നിങ്ങളെ മറന്ന് അവർ എന്ത് കാര്യത്തിനാണ് പോയത് ആ ഒരു കാര്യത്തിൽ നിന്ന് അവർക്ക് 2 ഇരട്ടി തിരിച്ചടി അവരുടെ ലൈഫിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് എന്ത് റീസൺ തന്നെ ആയാലും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലൂടെ അവർക്ക് കിട്ടിയ റിയലൈസേഷൻ എന്നാണ് മനസ്സിലായത് നിങ്ങളുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിന് എന്തുമാത്രം വാല്യൂ ഉണ്ടായിരുന്നു, ഞാനൊരു ഡയമണ്ട് തന്നെയല്ല എന്റെ ലൈഫിൽ കൊണ്ടുപോയി കളഞ്ഞത് എന്ന് അവർ അതിയായിട്ട് ചിന്തിക്കുന്നുണ്ട്. സോ ഇപ്പോൾ അവർ ടോട്ടലി ഒരു ഇമോഷൻസ്, അവരുടെ ട്രൂ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരിക, എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടൊന്ന് റീകൺസിൽ ചെയ്യുക. അതിപ്പോൾ എന്തൊക്കെ കാര്യം, ആരൊക്കെ എന്തൊക്കെ തടസ്സമായിട്ട് വന്നാൽ പോലും ഇപ്പോഴും അവർ മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങുമോ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് ആ ഒരു തടസ്സം എല്ലാം മാറി എന്തൊക്കെയുണ്ടോ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് വരണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളിലുള്ളത്. സോ അവരിപ്പോഴും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. മേ ബി ഇനിഷ്യേറ്റീവ് ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴായിരിക്കും അവരെടുക്കുന്നത്. അത്രയ്ക്കുള്ള എന്തൊക്കെ ഇഷ്യൂസ് അവർക്ക് കാണുമായിരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ റീഡിങ് കാണുമ്പോൾ അറിയായിരിക്കുമല്ലോ എന്താണ് അവർ ഫേസ് ചെയ്യുന്നതെന്ന്. പലർക്കും പല രീതിയിലുള്ള ഇഷ്യൂസ് ആണല്ലോ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടായിരിക്കാം, ശരിക്കും ഒരു പേഴ്സണിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സണിനെ കളിപ്പിച്ചതാണോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ടായിട്ട് വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേഴ്സണിന് നിങ്ങളോട് സ്നേഹം എന്നതിനേക്കാളും റെസ്പെക്റ്റ് ആണ് ഈ ഒരു മനസ്സിൽ അവർക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെസ്പെക്റ്റ് ഉണ്ട്, അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വരണം എന്നുണ്ട്, നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പേഴ്സണിന് ഒരു എനർജി കിട്ടത്തുള്ളൂ എന്ന് അവരുടെ മനസ്സിൽ ഇപ്പോൾ അതിയായിട്ട് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ റീകൺസിലേഷൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ഒരു ചെറിയൊരു ഫീലിങ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു പേഴ്സണെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും വലുതായിട്ട് നോക്കുന്നില്ല, ജസ്റ്റ് അവരുടെ മനസ്സിൽ എന്താണോ ഇപ്പോൾ നിങ്ങളെ പറ്റി എന്താണോ അത് മാത്രമാണ് ഒന്ന് പറഞ്ഞത്. ഫ്യൂച്ചർ അങ്ങനെയൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്കുള്ളൊരു ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഏഞ്ചൽസിനെ നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ സൈഡിൽ ഞാൻ നോക്കിയിട്ടില്ല റീഡിങ്സ് ചെയ്ത്, കാരണം ആ ഒരു പേഴ്സൺ എനർജി മാത്രമാണ് നോക്കിയത്. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഇപ്പോൾ കാണുന്ന ആൾക്കാർ ഡെസ്പായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതല്ലാണ്ട് ലൈഫിൽ കയറി വന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഭൂരിപക്ഷവും എനിക്ക് കാണുന്നത് ഒരുപാട് നിരാശയിലുള്ള ആൾക്കാരെ തന്നെയാണ്. സോ നിങ്ങൾ നിരാശപ്പെടേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരും ഇപ്പോൾ മനസ്സിലായില്ല, അവർ നിങ്ങളെ ഒരു വാല്യൂ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഓക്കെ, ഈ ഒരു അബണ്ടൻസ്, പീസ്ഫുൾ, ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യം മാത്രമല്ല പറയുന്നത്, ഇതൊരു റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു, നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾ ഇതിനെ ഒരു രീതിയിൽ റോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രതികാര മനോഭാവമായിട്ടോ അല്ലെങ്കിൽ അവൻ നശിച്ചു പോകണം അല്ലെങ്കിൽ അവൾ നശിച്ചു പോകണം എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ഇതിനെ കാണണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളടുത്ത് എന്താണോ ചെയ്തത് അതിന്റെ ഇരട്ടി കർമ്മ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ എനർജി വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് ഇതിലൂടെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയത്ത് ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
കാണുന്ന കുറേ പേർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പേഴ്സൺ വരുന്നതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഒരു പുതിയൊരു പേഴ്സന്റെ എൻട്രി ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതെന്ന് പറയുന്ന ഉടനെന്നല്ല, എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ നിന്ന്, നിങ്ങളിപ്പോൾ ഒരു പേഴ്സണെ പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ, അവരെപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി തുടങ്ങുന്നത്, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്. അത് ഒരിക്കലും ഞാൻ ഒരു ലവ് റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ പറയുന്നില്ല. ഒരു ഗാർഡിയൻ ആവാൻ, നിങ്ങളെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണോ, നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു റോള് വഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് ഉടനെയല്ല, അത് വരേണ്ട ഒരു ടൈം ആവുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നെക്സ്റ്റ് വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. താങ്ക് യു.